ഈ കേരളത്തിൽ മരണപ്പെട്ട രാമേന്ദ്രന്റെ മകൾ, ആ മകളെ വേട്ടയാടുന്നത് ഈ രാജ്യം കാണുകയാണെന്ന്. അവരെന്ത് തെറ്റാ ചെയ്തത്? തന്നെ സ്വന്തം ചേട്ടനെ പോലെ അനിയനെ പോലെ ചേർത്ത് പിടിച്ച സമീറിനെയും മുസാഫിറിനെയും കുറിച്ച്, അവരുടെ സ്നേഹത്തെക്കുറിച്ച്, അവരുടെ രാജ്യബോധത്തെക്കുറിച്ച് സംസാരിച്ചതിന് ആരതി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ വേട്ടയാടുന്നത് കാണുമ്പോൾ കണ്ണടച്ചിരിക്കണോ അജിംസെ? ഞങ്ങൾ കണ്ണടച്ചിരിക്കണോ? ഇന്ത്യൻ ദേശീയ ബോധമുള്ള ആളുകൾ, അതിന് ജാതി മതമൊന്നും ഇല്ലെന്നേ. ആ സമീറും മുസാഫിറും ദേശീയ മുസ്ലിമിന്റെ പ്രതീകമാണ്, ഇന്ത്യയുടെ പൗരബോധത്തിന്റെ പ്രതീകമാണ്. ആ പൗരബോധം നേരിൽ ബോധ്യപ്പെട്ട ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, തിരിച്ചറിവുള്ള വിദ്യാസമ്പന്നയായ ഒരു കുട്ടി അതിശക്തമായി പ്രതികരിച്ചു. ഈ നാട്ടിൽ ഭീകരവാദികൾക്കെതിരെ ആക്രമണം നടത്തേണ്ട സമയത്ത് ഒരു മതത്തിനെതിരെ അത് തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ അതിന് തടയിട്ട ആളാണ് ആരതിയുടെ നിലപാട്. കർണാടകയിൽ മഞ്ജുനാഥ് എന്ന് പറയുന്ന ആളുടെ ഭാര്യ പല്ലവി, അവർ പറഞ്ഞു കേട്ടല്ലോ, മുസ്ലിം സഹോദരന്മാർ ചെയ്ത സഹായങ്ങളെ കുറിച്ച്, ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ആളുകൾ ചെയ്ത സഹായങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ അജിംസെ? അങ്ങനെ പറഞ്ഞ ഒരു നാട്ടിൽ നമുക്ക് ഭീകരവാദത്തെ എതിർക്കണം. അത് ഹിന്ദു ഭീകരവാദികളായാലും, ക്രിസ്ത്യൻ മത ഭീകരവാദികളായാലും, മുസ്ലിം മത ഭീകരവാദികളായാലും, അത് പാകിസ്ഥാനിൽ നിന്ന് കടന്നു കയറി എന്ന് പറയുന്ന തീവ്രവാദികളായാലും വിട്ടുവീഴ്ചയില്ലാതെ ചെറുക്കണം. ആ കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു തർക്കമില്ല. നമ്മൾ ഇന്ത്യക്കാരാണ് ജിംസെ, ആ ഇന്ത്യക്കാരുടെ വികാരത്തിൽ നിൽക്കണം. പക്ഷേ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്ത എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന്റെ ആളുകൾ, സംഘപരിവാറുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ ഒരു ബിജെപിയുടെ IT സെല്ലിന്റെ നേതാവ് പറയാണ്, രാഹുൽ ഗാന്ധി വിദേശത്ത് പോയത് രാജ്യത്ത് ആക്രമണം ആസൂത്രണം ചെയ്തിട്ടാണ് എന്ന് പറയാ. കണ്ണടച്ചിരിക്കണോ ഞങ്ങൾ? ശ്രീ അനിൽകുമാർ, ഈ വിഷയം, അങ്ങീ സൂചിക്കുന്ന വിഷയം, ഈ ഭീകരാക്രമണത്തെ തുടർന്നുണ്ടാവുന്ന ഈ വിദ്വേഷ പ്രചാരണം എന്ന വിഷയം ചില MP-മാർ ഈ സർവകക്ഷി യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. അത് തടയാൻ സർക്കാർ നിലപാട് സ്വീകരിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിരയാവുന്നത് ഇപ്പോൾ അനിൽ ബോസ് പറഞ്ഞതുപോലെ രാമചന്ദ്രന്റെ മകൾ ആരതി മാത്രമല്ല. ഇന്ന് ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നു. മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിലേക്ക് പോയി നോക്കൂ, അദ്ദേഹത്തെ എത്രമാത്രം ആക്ഷേപിക്കുന്നു എന്ന് വേണ്ട. ഈ വിഷയത്തിൽ ഒരു പക്വമായ നിലപാട് സ്വീകരിക്കുന്ന എല്ലാവരെയും ആക്ഷേപിക്കുകയും തെറിവിളിക്കുകയും ചെയ്യുകയാണ്. എൻ്റെ ചോദ്യം, ഈ സർവകക്ഷി യോഗത്തിൽ വിഷയം ഉന്നയിച്ചൊരു നടപടി ഉണ്ടായിട്ടില്ല. ഈ അക്കൗണ്ടബിലിറ്റിയുടെ കാര്യം അത് ഉന്നയിക്കേണ്ട സമയം ഏതാണ്? അത് എപ്പോൾ ചെയ്യും?